ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചിൻ വികസനവേദിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം. MES കൊച്ചിൻ താലൂക്ക് പ്രസിഡന്റ് KM ഹസൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ വികസനവേദിയുടെ നേതൃത്വത്തിൽ 100ഓളം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. MES കൊച്ചി താലൂക്ക് പ്രസിഡന്റ് KM ഹസൻ സംഘടനാ ഭാരവാഹികൾക്ക് കിറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇത് നല്ലൊരു തുടക്കമാണ്. കഴിഞ്ഞ തവണവരെയും ഏതെല്ലാം പരിപാടി വന്നിട്ടുണ്ടോ അതിനൊക്കെ സാധാരണക്കാരൻ പാവപ്പെട്ട സംഘടന മുൻപന്തിയിലാണ് ഈ സംഘടന. ഇപ്പോഴാണ് പുതുതായിട്ട് നമ്മൾ റംസാൻ പ്രമാണിച്ച് കിറ്റ് വിതരണം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരെ കൈക്കൽ വീട്ടിലെത്തിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മറ്റുള്ള അറിയുന്നില്ല. ഒരാൾ അറിയിച്ചിട്ട് കൊടുക്കുന്ന സംഗതിയല്ല, അത് ഇവർ തന്നെ നമ്മളതിനെ. KB അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മതേതരത്വ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വികസനവേദി. അത് പൂർണ്ണ അർത്ഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോഴാണ്. റംസാൻ കിറ്റ് വിതരണം കൂടിയും ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധ കാണിച്ച ഈ സംഘടനയെ ഇതിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഭാരവാഹികളെയും ഇതിൻ്റെ എല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. KB ജബ്ബാർ, PK കമറുദ്ദീൻ, സ്മിത ബഷീർ, സുജിത് മോഹൻ, KB സലാം എന്നിവർ സംസാരിച്ചു. വളരെയധികം ഉത്കണ്ഠമായിരുന്നു. കാരണം നടക്കൂലേ, പക്ഷേ ആ ഇച്ഛാശക്തി സ്മിതൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരിപാടി ഇട്ടാൽ അത് നടക്കും. കാരണം ഈ കിറ്റ് വിതരണത്തിലോ നോമ്പുറവിലോ ഞാൻ ഒരു സ്ഥലത്തുനിന്നും ഒന്നും വാങ്ങിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അതെല്ലാം സ്മിത ബഷീറാണ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയതെല്ലാം. അത് കൊച്ചിൻ വികസനവേദിയുടെ പേരിലും എൻ്റെ സ്വന്തം നിലയിലും എൻ്റെ പെങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. അത് മനസ്സറിഞ്ഞ് തന്നെയാണ്. കാരണം അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ 30 പേരെ പരിപാടി ഇട്ട് അത് 50ആയി, ഇപ്പോൾ 60ആയി. 80 പേരിൽ നിർത്തണമെന്നാണ് സലാം. അത് 100 ആക്കണമെന്നാണ് പറയുന്നത്. 60 മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റംസാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോഴാണ് ജബ്ബാർക്ക് പറഞ്ഞത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, ഒരു നോമ്പ് തുറയിലാണ് ഒതുക്കണേന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല, നമുക്ക് കിറ്റൊക്കെ കൊടുക്കണം. അപ്പം അതിന് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ ഞാൻ കൂടെ നിൽക്കാം. അതിന് ഒപ്പം ഇവരെല്ലാവരും ഇതിന് കൂടെ തന്നത് കൊണ്ടിട്ടാണ് എനിക്കിത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആദ്യം തന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അപ്പം അതങ്ങനെ നമുക്കത് എത്തിക്കാൻ പറ്റി. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ രീതിയിൽ അത് ഭംഗിയാക്കാൻ പറ്റി. അതുപോലെ നോമ്പുതോരായാലും അംഗങ്ങൾ എന്നുള്ളപ്പം മറ്റുള്ള ഈ സമൂഹത്തിൽ നമ്മളെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന ആൾക്കാരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തായാലും സംഘടനയുടെ ഒരു വികസനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു ചെറിയൊരു സംഘടന, സത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരും അങ്ങനെ അറിയാതെ പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പരിപാടി വിളിച്ച ആൾക്കാർക്ക് വരാനൊരു വിമുഖത അങ്ങനെയൊക്കെ ഉള്ളത് അത് മാറി. നമ്മുടെ കൊച്ചിൻ വികസന വേദി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് ആ പരിപാടിയിലൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ളൊരു ആഗ്രഹം മുന്നിലുണ്ട്. എല്ലാ ആഘോഷങ്ങളും കൊച്ചിൻ വികസന വേദി നടത്തുമ്പോൾ റംസാനിൽ മാത്രം മുഖംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം ശരിയല്ല എന്ന് സ്മിത പറഞ്ഞു. അപ്പോൾ എന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി ആലോചിച്ചു. വളരെ സമയബന്ധിതമായി തന്നെ അത് നടപ്പാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഇത്തവണ നോമ്പുതോറ അംഗങ്ങൾക്ക് വേണ്ടി പരിമിതപ്പെടുത്താൻ പാടില്ല എന്നുള്ളതും ട്രഷറിൻ്റെ ഒരു വാശിയായിരുന്നു. അത് അങ്ങനെ പറ്റില്ല. അംഗങ്ങൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും നമ്മുടെ പ്രധാനപ്പെട്ട സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടവരെല്ലാവരും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.